അപ്പൊ ഭാഗവതത്തിലെ മാഹാത്മ്യത്തിലെ 2-ാം അധ്യായത്തിലെ 65-ാം ശ്ലോകം. ഞാൻ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ ഒരു കൺവിക്ഷന് വേണ്ടി, കാരണം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവിനെ പകരാം. അപ്പൊ അവിടെ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ഭാഗവതം ശ്രീമദ് ഭാഗവത കഥാസു തത്കഥം ബോധയിഷ്യസി, അങ്ങനെയാണോ ശ്ലോകം? ആണോ? കാണുന്നുണ്ടോ നിങ്ങൾ? അതിന്റെ 2-ാമത്തെ വരി നോക്കൂ നിങ്ങൾ, അത് അടിവരയിട്ട് തത്കഥാസു വേദാർത്ഥ. തത്കഥാസു, കാണുന്നുണ്ടോ വരികള്? തത്കഥാസു വേദാർത്ഥ. ഒന്ന് ഉറക്കെ പറയൂ. ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും എന്തുണ്ട്? വേദത്തിന്റെ അർത്ഥമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തത് കഥാസു വേദാർത്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഈ കഥകൾ സ്വതന്ത്രമാണോ? കൂടെ വരണം നിങ്ങൾ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ കഥകൾ പറയാനാണോ ഭാഗവതം പറഞ്ഞത്? അതിൻ്റെ അകത്ത് എന്തുണ്ട്? വേദത്തിന്റെ അർത്ഥമുണ്ട്. അപ്പൊ കഥകളോടൊപ്പം തന്നെ ഏതും പറയണം, വേദത്തിന്റെ അർത്ഥവും കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ഇല്ലേ? തത് കഥാസു വേദാർത്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഇത് കേവലം ഒരു കഥാപുസ്തകമല്ല എന്നത് സ്പഷ്ടമാണ്. എൻ്റെ വരികളല്ല, എൻ്റെ വ്യാഖ്യാനമല്ല, വ്യാസഭഗവാൻ തന്റെ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തത് കഥാസു വേദ അർത്ഥ. അപ്പൊ ഇതിൻ്റെ അകത്ത് ചില വേദാർത്ഥങ്ങളുണ്ട്. അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ അർത്ഥമെടുക്കേണ്ടത് ഉപനിഷത്തുക്കളെയാണ് ഇവിടെ വേദം എന്ന് പറയുന്നത്. എന്താണ്? അല്ലാതെ സാധാരണ ചൊല്ലുന്ന വേദം മാത്രമല്ല, അത് അതിൻ്റെ ഒരു കർമ്മകാണ്ഡം മാത്രമാണ്. വേദം എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ്? വേദം. വേദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അറിവ് 2 എണ്ണമുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണേ. ദ്വേ വിദ്യേ വേദിതവ്യേ, 2 വിദ്യകൾ അറിയണം. ഏതൊക്കെയാണ്? ഒന്ന് ഭൗതികമെന്നും 2 ആത്മീയമെന്നും. അതായത് മനസ്സുകൊണ്ട് അറിയുന്നതിനെ നമ്മൾ ഭൗതികം എന്ന് പറയുന്നു, മനസ്സിനെ അറിയുന്നതിനെ ആത്മീയം എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റ് പഠിച്ചോളൂ, അതൊക്കെ മനസ്സുകൊണ്ട് അറിയുന്ന സബ്ജക്റ്റുകളാണ്. നമ്മുടെ മെമ്മറിയിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, അത് നമ്മുടെ മെമ്മറിയിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇപ്പം മെഡിക്കൽ ഡോക്ടറുടെ പ്രൊഫഷൻ ആയാലും ശരി, എഞ്ചിനീയറുടെ പ്രൊഫഷൻ ആയാലും ശരി, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാലും ശരി, ഒരു ലോയർ ആയാലും ശരി, ഇനി മാനേജ്മെന്റ് എന്ത് പഠിക്കുന്നതായാലും ഇതെല്ലാം മനസ്സുകൊണ്ട് മനസ്സിലാക്കി മെമ്മറൈസ് ചെയ്യുന്നതാണ്. ആണോ അല്ലയോ? അതുകൊണ്ട് അത്തരം വിദ്യാഭ്യാസത്തെ മുഴുവൻ വിളിക്കുന്നതാണ് ഭൗതിക വിദ്യാഭ്യാസം. ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ any knowledge which you are accumulating, understanding through mind, that is ഭൗതികം. മൈൻഡിനെ കുറിച്ച് പഠിക്കുന്ന വിദ്യാഭ്യാസമാണ്. കൂടെ വരണം നിങ്ങൾ. മനസ്സിനെ മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പേരാണ്, വിദ്യയുടെ പേരാണ് ആത്മീയം. അപ്പൊ 2 വിദ്യകളും ഇല്ലേ ഇവിടെ? ഉണ്ടോ? ഭൗതികവുമുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രൊഫഷണൽ സെന്ററിലൊക്കെ പഠിക്കുന്നതെല്ലാം ഏത് വിദ്യയാണ്? ഏത് പഠിക്കുന്നില്ല? ആത്മീയത പഠിക്കില്ല. അതുകൊണ്ട് മനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മൾ ആരും പഠിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ട്രാപ്പിൽ ചെന്നപ്പെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺഫ്യൂഷനിൽ പെട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചലഞ്ചിൽപ്പെട്ട് ആകെ ഷാറ്റഡായി പിന്നെ സൂയിസൈഡ്. അതുകൊണ്ടാണല്ലോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഫൂളിഷ്ലി ജീവിതം കൊണ്ട് തീർക്കുന്നത്. IIT പഠിക്കുന്നവർ തീർക്കുന്നില്ലേ ജീവിതം? അവർക്ക് എന്താ, ബുദ്ധിക്ക് എന്താ കുറവുണ്ടോ? ഇന്ന് മെഡിക്കൽ ഡോക്ടേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നില്ലേ? പ്രൊഫഷണൽ ആളുകൾ സൂയിസൈഡ്. കഴിഞ്ഞ ദിവസമാണ് കലൂരിലെ ഒരു SI പോയി തൂങ്ങി മരിച്ചു. അതൊക്കെ എന്തിൻ്റെ കുറവാണ് എനിക്കറിയില്ല. ഇങ്ങനെ ഡെയിലി നമ്മൾ പത്രത്തിൽ വായിക്കുന്നതൊക്കെ എഡ്യൂക്കേറ്റഡ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചോ? അരുണാചൽ പ്രദേശ് 2 ഡോക്ടർമാരാ സൂയിസൈഡ് ചെയ്തത്, ഒരു ടീച്ചറും പോയിട്ട്. കണ്ടില്ലേ നിങ്ങൾ? പത്രത്തിൽ വായിക്കുന്നില്ലേ? ഇവർക്ക് എന്താ നോളജിന് എന്ത് കുറവാണുള്ളത്? ഇവർക്കൊക്കെ ഇല്ലാത്തത് എന്താ വെച്ചാൽ ചില മെന്റൽ ക്ലാരിറ്റി. അവരവരെ കുറിച്ച് അവരൊക്കെ പറയൂ നിങ്ങൾ, അതില്ല. മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വിദ്യ അവർക്ക് ഇല്ല. അപ്പൊ മനസ്സിനെ കുറിച്ചുള്ള ഒരു അറിവിന്റെ പേരാണ്, ഉറക്കെ പറയൂ,
അപ്പൊ 2 വിദ്യകളുണ്ട്. അപ്പൊ ഇവിടെ ആത്മീയ വിദ്യയാണ് നമ്മുടെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവതം എന്ന് പറയുന്നത്, ഹിന്ദുമതം എന്ന് പറയുന്നത് ആത്മീയ വിദ്യയുടെ മതമാണ്. എന്താണ്? ആത്മീയ വിദ്യയുടെ മതമാണ് ഇത് ഹിന്ദുമതം. മറ്റതൊക്കെ ദൈവത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ഇത് 2 വാക്കുകൾ, ഒന്ന് ദൈവത്തിൻ്റെ വിശ്വാസം, ഇത് ആത്മീയം. ഇത് രണ്ടും 2 ഡയറക്ഷനിൽ പോകുന്ന റിലീജിയനാണ്. മനസ്സിലാവുണ്ടല്ലോ? നമ്മളെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വരികയാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വിദ്യ നമ്മളെ കൊണ്ടുപോകുന്നത് മനുഷ്യനെ കൂടുതൽ മനസ്സിലാക്കി തരുന്ന ആ ഒരു തലത്തിലേക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ആദ്യം നമ്മളെ പഠിപ്പിക്കുന്ന വിദ്യയുടെ പേരാണ് സാംഖ്യയോഗം. എന്താണ്? സാംഖ്യ ഫിലോസഫി എന്നാണ്. അപ്പൊ സാംഖ്യയോഗം ഹിന്ദുമതത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ആദ്യം പഠിക്കേണ്ടതാണ്. ഏത്? സാംഖ്യയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ സാംഖ്യയോഗമാണ് കൃഷ്ണൻ ഗീതയിൽ തുടങ്ങുന്നത്. 2nd ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാം. 2nd ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ കൃഷ്ണൻ പറയുന്നത് ഇതി ഗുഹ്യതം, എന്താണ്? ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായം യോഗശാസ്ത്രേ സാംഖ്യയോഗോ നാമ എന്നാണ് 2nd ചാപ്റ്ററിന് പേരിട്ടിരിക്കുന്നത്. എന്താണ്? സാംഖ്യയോഗം. സാംഖ്യയോഗം എന്ന് പറയുന്നത് സംഖ്യ, ആ വാക്ക് തന്നെ സാംഖ്യയോഗത്തിൽ നിന്നുണ്ട് ഒരു സംഖ്യയുണ്ട്. ഇപ്പൊ ഇവിടെ സംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാക്സിനെ അല്ല, നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി പഠിക്കുക, വേർപ്പെടുത്തി പഠിക്കുക. ഇപ്പോൾ 1, 2 എന്ന് പഠിക്കുന്ന പോലെ നമ്മൾ ഓരോന്ന് കണ്ട് എണ്ണി പഠിക്കുക. എന്താണ്? ഒന്നൊന്നായി എണ്ണി എന്ന് നാരായണ ഗുരുദേവൻ പറയുന്നത് ഈ സാംഖ്യയോഗത്തിന്റെ ശബ്ദത്തെ എടുത്തുകൊണ്ടാണ്. തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എന്താണ് ഇവിടെ സംഖ്യ എന്നത്? ഇപ്പൊ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ കാണുന്നു. അതിൽ പിന്നെ പഞ്ചഭൂതം, പഞ്ച ഇന്ദ്രിയം, അങ്ങനെ എണ്ണി പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇത്രയും നിങ്ങളുടെ ഉള്ളിൽ അറിയണം. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2 ശരീരമുണ്ട്. എത്ര ശരീരം? 2 ശരീരം. 2 ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്വഭാവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലേ പലരും പറയല്ലേ, ഇപ്പൊ കാണുന്ന പോലെ നല്ലട്ടോ സ്വാമി മനുഷ്യന്ന്. ഇയാളുടെ സ്വഭാവം വീട്ടിലെത്തിയാൽ, നിങ്ങളൊന്നും പറയാറില്ലേ അത്? മിക്കവാറും സ്ത്രീകൾ ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണത്. ഹേയ്, നിങ്ങളോടൊന്നും പെരുമാറുന്ന പോലെയല്ല ഈ മനുഷ്യന്റെ തനി സ്വഭാവം. വീട്ടിലെത്തിയാൽ ആളുടെ മട്ടും ഭാവമൊക്കെ ഒന്ന് വേറെയാണ്. ഇവിടെ വലിയ ഇതായിട്ടൊക്കെ നിൽക്കും ആള് എന്ന് പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും 2 ശരീരമുണ്ട്. ഏതാ 2 ശരീരം? ഒന്ന് സ്ഥൂല ശരീരവും 2 സൂക്ഷ്മ ശരീരം. എന്താ ഒന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ മനസ്സ്, പ്രാണൻ, ഈ ചേർന്നിരിക്കുന്ന സംഘാതത്തെ, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടൊരിക്കലും കാണാൻ പറ്റാത്ത മനസ്സ്, പ്രാണൻ, ബോധം തുടങ്ങിയിട്ടുള്ള ഈ സംഘാതത്തെയാണ് നമ്മൾ എന്താ പറയുക? സൂക്ഷ്മ ശരീരം. കാണാൻ പറ്റുന്ന ശരീരത്തെയാണ് സ്ഥൂല ശരീരം. അപ്പൊ സൂക്ഷ്മ ശരീരമായ മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് ഏത്? കൂടെ വന്നില്ല നിങ്ങൾ? സൂക്ഷ്മ ശരീരമായ മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് അവർക്ക് പറയൂ, സ്ഥൂല ശരീരം. അപ്പൊ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് കണ്ണല്ല, കാഴ്ച എന്ന അനുഭവം ഉണ്ടാവുന്നത് കണ്ണിലല്ല. എവിടെയാണ്? മനസ്സിലാണ്. കേൾക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണല്ലോ മ്യൂസിക്കൊക്കെ കാതിൻ്റെ ഉള്ളിൽ 2 എടുത്ത് കുത്തുന്നത്. അത് ആഗ്രഹിക്കുന്നത് മനസ്സാണ്. രുചിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പറയൂ മനസ്സാണ്. അപ്പം വെള്ളം ദാഹിക്കുന്നു, കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മനസ്സാണ്. അപ്പം മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളെ പ്രവർത്തിക്കാനും അതിനെ അനുഭവപ്പെടുത്തുവാനൊക്കെ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ഉപാധി, ഉപകരണമാണ് ഏത്? അവർക്ക് പറയൂ, സ്ഥൂല ശരീരം. നിങ്ങൾ നോക്കൂ, മനസ്സെന്നൊരു സാധനമില്ലെങ്കിൽ ഈ ശരീരം ഉണ്ടായിട്ടും കാര്യമില്ല.
അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ശരീരത്തെക്കുറിച്ചായിരുന്നോ മനസ്സിനെക്കുറിച്ചായിരുന്നോ? ഏതിനെക്കുറിച്ചാണ്? കാരണം ശരീരം എന്നത് കേവലം മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ്, ഉപകരണമാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടിയിരുന്നത് മനസ്സിനെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ഹോൾ സിസ്റ്റം സയൻസ് ഏതിനെ ഇഗ്നോർ ചെയ്തു? ഏതിനെ ഇഗ്നോർ ചെയ്തു? നമുക്ക് എന്തറിയാം മനസ്സിനെ കുറിച്ച്? ഒരു ചുക്കും അറിയില്ല. വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ സാങ്ക്യം എന്ന് പറഞ്ഞാൽ രണ്ട്. ഒന്നാമത്തത് രണ്ട്. എന്താണ് ഒന്നാമത്തത്? സ്ഥൂല ശരീരവും രണ്ടാമത്തത് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരമായ ഈ മനസ്സ്, അതിനെക്കുറിച്ച് എന്തിനാ പഠിക്കുന്നത്? കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം, ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം നിലനിൽക്കുന്നത് എവിടെയാ? ഞാൻ എവിടെയാ നിലനിൽക്കുന്നത്? ഇപ്പൊ നമുക്ക് ഉത്തരമില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്കത് ഉറപ്പ് വരുന്നില്ല, നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനെന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ചെറുപ്പത്തിലെ ആണായിട്ടും പെണ്ണായിട്ടും അങ്ങനെ വളർന്ന് അച്ഛനായിട്ടും അമ്മയായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായി നമ്മൾ ഈ സ്ഥൂല ശരീരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ഞാനെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരമായ മനസ്സാണ്, മനസ്സംഘാതമാണ്. ഞാനെന്ന് പറയുന്നത് ആരാണ്? സൂക്ഷ്മ ശരീരമായ ഉറക്കെ പറയൂ നിങ്ങൾ, മനസ്സാണ്. അതെങ്ങനെ മനസ്സിലായി? മനസ്സുണർന്നാലേ ഞാനുള്ളൂ. മനസ്സുണർന്നില്ലെങ്കിൽ ഉറക്കെ പറയൂ നിങ്ങൾ, ഞാനുണ്ടോ? നമ്മളുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ വാക്ക്? അദ്ദേഹം അല്ലെങ്കിൽ അവര് നമ്മളെ ഉറക്കെ പറയൂ വിട്ടുപോയി. ആ വ്യക്തി വിട്ടുപോയത് വ്യക്തിയല്ലല്ലോ, വിട്ടുപോയത് ആ വ്യക്തിയിലെ ഒരു ശക്തിയാണ് വിട്ടുപോയത്. അപ്പൊ ആ ശക്തി വ്യക്തിയാണോ വ്യക്തിത്വമാണോ? ഈ വാക്കുകളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്ന, അല്ലെ, അയാളുടെ ആ ശക്തി എന്ന് പറയുന്നത്, അയാൾ വിട്ടുപോയാൽ, ആ ശക്തി വിട്ടുപോയാൽ പിന്നെ ആൾ ആ ശരീരത്തിൽ ഇല്ല. അപ്പൊ നമ്മളെന്ന് പറയുന്നത് ഈ സ്ഥൂല ശരീരമല്ല, നമ്മളെന്ന് പറയുന്നത് ഉറക്കെ പറയൂ സൂക്ഷ്മ ശരീരമാണ്. ആ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ച് പഠിക്കലാണ്. അവനവനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതില്ലേ?